കച്ചവടങ്ങൾ സ്ഥാപനങ്ങൾ ഒരുപാട് പൂട്ടിപ്പോയി. ഇവിടെ ഒരുപാട് കാലം ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. വർഷങ്ങളായി ഈ റോഡിന് ഒരു പരിഹാരം കാണുവാൻ ഇവിടുത്തെ സർക്കാരിനും അതുപോലെ KSTP ഉദ്യോഗസ്ഥന്മാർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പരിഹാരം കണ്ടിട്ട് ബഹുമാനപ്പെട്ട സംഘടന ഇന്ന് പിന്മാറുകയുള്ളൂ. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പുലാമന്തോൾ മേലാറ്റൂർ സംസ്ഥാന പാതയിലാണ്. ഈ റോഡിന്റെ ദുരിതം പേറി ജനങ്ങൾ വലിയ പ്രയാസത്തിലാണ്. വർഷങ്ങളായി കരാറുകാരന്റെ അനാസ്ഥ മൂലം സാധാരണക്കാരായ ജനങ്ങളും വ്യാപാരി സമൂഹങ്ങളും വലിയ ബുദ്ധിമുട്ട് പേറുകയാണ്. ആരൊക്കെ എങ്ങനെയൊക്കെ ശരിയാക്കാൻ നോക്കിയാലും ശരിയാകാത്ത റോഡ് കേരളത്തിലുണ്ടെങ്കിൽ അതാണ് പെരിന്തൽമണ്ണ നിലമ്പൂർ പെരുമ്പിലാവ് സ്റ്റേറ്റ് ഹൈവേയിലുള്ള മേലാറ്റൂർ പുലാമന്തോൾ ഭാഗം. വ്യാപാരികൾ, MLA, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങി നിരവധി സമരങ്ങൾ നയിച്ചിട്ടും ഒരു മാറ്റവും ഈ റോഡിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ അവസ്ഥയിലാണ് മാനത്തുമംഗലം മുണ്ടത്തുപാലത്ത് പൊടിശല്യം മൂലം കച്ചവടം അവസാനിപ്പിക്കേണ്ട സാഹചര്യത്തിലാണ് വ്യാപാരികൾ ഉള്ളത്. ഈ റോഡിന്റെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് റോഡിന്റെ കൃത്യമായ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്കാണ് ഇവിടെ തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസിലെ റോഡിന്റെ ശോചനീയാവസ്ഥ വ്യാപാരികളെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് വാഹനയാത്രികർക്ക് ഗതാഗത തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അത് വ്യാപാരികൾക്കും തിരിച്ചടിയാവുകയാണ്. ഗതാഗതം ദുഷ്കരമായതിനാൽ ആളുകൾ നഗരത്തിലേക്ക് വരാൻ മടിക്കുന്നത് വ്യാപാരികളുടെ ജീവിത മാർഗങ്ങളെയാണ് ബാധിക്കുന്നത്. ഇതിനെ തുടർന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷനിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. തകർന്ന് ഗതാഗതം ദുഷ്കരമായ സംസ്ഥാന പാതയിലെ പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗത്തിന്റെ പ്രവൃത്തികൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിച്ച് വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആവശ്യം. പെരിന്തൽമണ്ണ നഗരത്തിന്റെ പ്രധാന കവാടമായ മാനത്തുമംഗലം ജംഗ്ഷനിൽ വർഷങ്ങളോളമായി തകർന്നു കിടക്കുന്ന റോഡിന് പരിഹാരം കാണാൻ സർക്കാരോ KSTP ഉദ്യോഗസ്ഥരോ തയ്യാറാകുന്നില്ല എന്നത് ഖേദകരമാണ്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാനാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം. നമ്മളോടൊപ്പം പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ ചേരുകയാണ്. ഈ റോഡിന്റെ ദുരവസ്ഥ തുടങ്ങിയിട്ട് കാലങ്ങളായിരിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങളും വ്യാപാരി സമൂഹം വലിയ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇനിയുള്ള നാടുകളിലെ പ്രതിഷേധ പരിപാടികൾ? എങ്ങനെയാണ്? പെരിന്തൽമണ്ണ ടൗണിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന കവാടമാണ് ഈ മാനത്തുമംഗലം ജംഗ്ഷൻ. ഒരു ദിവസം 1 ലക്ഷത്തിലധികം ആളുകൾ വന്നു പോകുന്ന പ്രധാന നഗരമാണ്. പക്ഷേ വർഷങ്ങളായി ഈ റോഡിന് ഒരു പരിഹാരം കാണുവാൻ ഇവിടുത്തെ സർക്കാരിനും അതുപോലെ KSTP ഉദ്യോഗസ്ഥന്മാർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രക്ഷോഭ സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ 1ാം ഘട്ടം എന്നുള്ള നിലക്ക് ബുധനാഴ്ച 15-ാം തീയതി 4 മണിക്ക് പ്രതിഷേധ ജാഥ വിളംബരവും അതുപോലെ തന്നെ സായാഹ്ന ധർണ്ണ നടത്തുവാനാണ് പെരിന്തൽമണ്ണ മർച്ചൻ്റ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പെരിന്തൽമണ്ണയിലെ വ്യാപാരികൾ ഒന്നടക്കം കടകൾ അടച്ചുകൊണ്ട് റോഡ് ഉപരോധ സമരങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങുന്നതാണ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട അധികൃതരോട് അറിയിക്കാനുള്ളത്. 3 വർഷത്തോളമായി റോഡിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ വ്യാപാരികൾ ദുരിതം അനുഭവിക്കുകയാണ്. ഈ 3 വർഷത്തോളമായിട്ട് പൊടിപടലം മൂലവും ഒരു ഉപഭോക്താക്കൾ വരാത്തത് മൂലം കച്ചവടങ്ങൾ സ്ഥാപനങ്ങൾ ഒരുപാട് പൂട്ടിപ്പോയി. ഇവിടെ ഒരുപാട് കാലം ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. ഇനി ഞങ്ങൾ റോഡിലിറങ്ങി സമരം ചെയ്യല്ലാതെ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. 3 വർഷത്തോളമായി ആരംഭിച്ച റോഡിന്റെ പ്രവൃത്തി ഇനിയും പൂർത്തിയായിട്ടില്ല. ഉപഭോക്താക്കളില്ലാത്തതിനാൽ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണ് ഓരോ വ്യാപാരികളും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പാലം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ, ചാനലുകാർ എന്നുള്ള നിങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇതിൻ്റെ പ്ലാനിങ്ങിലെ അശാസ്ത്രീയത കാരണം വെള്ളം ഒഴുകി പോകുന്നില്ല. നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ഡ്രെയിനേജ് വേണ്ടാത്ത വയലുകളിൽ ഡ്രെയിനേജ് പണിതിട്ടും ഡ്രെയിനേജ് ആവശ്യമുള്ള അങ്ങാടികളിൽ ഡ്രെയിനേജ് പണിയാതെയും വളരെ നിരുത്തരവാദിത്ത നിലപാടാണ് KSTP ഈ റോഡിൽ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അനന്തര ഫലമാണ് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വളരെ ഗതികെട്ടിട്ടാണ് ഇങ്ങനെ ഒരു സമരപരിപാടിയിലേക്ക് സംഘടന എത്തിപ്പെടുന്നത്. തീർച്ചയായും ശക്തമായ സമരപരിപാടികളുടെ തുടക്കമാണിത്. ഇതിന് പരിഹാരം കണ്ടിട്ട് ബഹുമാനപ്പെട്ട സംഘടന ഇന്ന് പിന്മാറുകയുള്ളൂ. പ്രതിഷേധ സമരത്തിൽ പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, CPM ഇഖ്ബാൽ, ടാലന്റ് ലത്തീഫ്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം, സെയ്ദലവി ഷീന, ഹാരിസ് ഇന്ത്യൻ, ഷൈജൽ, റഷീദ് ഇലക്ട്രോ, കാജ മുഹ്യുദ്ദീൻ, ഇബ്രാഹിം കാരയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചാനൽ 10 പെരിന്തൽമണ്ണ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. മാസത്തവണ 500 രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ. 12 മാസ കാലാവധി. കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. കൂടാതെ സ്വർണ്ണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷ സ്കീം. 12 മാസ കാലാവധി. കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം 7% ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യം
മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.